ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഇൻഡക്ഷൻ കുക്കറുമായിട്ടാണ്. ഇത് നമുക്കൊന്ന് അയച്ചെടുത്ത് ഇതിലുള്ള കമ്പോണൻസ് ഒക്കെ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നും സാധാരണ കണ്ടുവരുന്ന കംപ്ലയിൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ കേട് വന്ന ഇൻഡക്ഷൻ കുക്കർ ഡയറക്റ്റ് നമ്മൾ പ്ലഗിൽ കുത്താൻ പാടില്ല. അപ്പോൾ ഷോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അത് പ്ലഗിൽ കുത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ഇവിടെ കണ്ടിന്യൂറ്റി ടെസ്റ്റിലിട്ടിട്ട് ചെക്ക് ചെയ്യാണ്. ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നേരെ നമ്മൾ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഫ്യൂസൊക്കെ അടിച്ച് പോവും, വീട്ടിലെ ഫ്യൂസൊക്കെ പോവും. അപ്പോൾ ആദ്യം നമ്മളത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കേട് വന്നൊരു ഇൻഡക്ഷൻ കുക്കർ നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് അയച്ചെടുക്കുക എന്നുള്ളത് കാണിക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ സ്ക്രൂ ഉണ്ട്. അത് അൺസ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് തുറക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കിവിടെ ഒരു പിന്ന് കാണാം. ഇത് ഇതിൻ്റെ സ്വിച്ച് ബോർഡിലേക്ക് കണക്ട് ചെയ്ത ഒരു പിന്നായിരുന്നു. അത് ഞാൻ അയച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഹീറ്റിംഗ് കോയിൽ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കോയിൽ, ഈ ഇൻഡക്ഷൻ കുക്കറിൽ ചൂടാവുന്ന ഒരു പാർട്ട് നമുക്ക് തുറക്കാം. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടൊരു സ്ക്രൂ ഉണ്ട്. അത് അയച്ചാൽ മതി. നമുക്കത് ഈസി ആയിട്ട് പുറത്തെടുക്കാം. ഇപ്പോൾ നേരിട്ട് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. കാരണം അതിൻ്റെ സെൻറ്ററിൽ ഒരു സെൻസർ കണക്ട് ചെയ്തിട്ടുണ്ട്, ടെമ്പറേച്ചർ സെൻസർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പിന്ന് അവിടുന്ന് എടുത്താലേ നമുക്കിത് ഊരിയെടുക്കാൻ പറ്റൂ. ഇപ്പോൾ ഞാനിവിടെ ഇത് ഞാൻ ഊരി കാണിച്ചു തരാം. അതിന് മുന്നേ ഇപ്പോൾ നമ്മുടെ ഈ സർക്യൂട്ട് ബോർഡിലേക്ക് ഇൻഡക്ഷൻ കോയിൽ അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം അയച്ചെടുക്കാം. അതിനിവിടെ രണ്ട് സ്ക്രൂ ഉണ്ട്, അത് അയച്ചാൽ മതി. ഇതാണ് നമ്മുടെ ഇൻഡക്ഷൻ കോയിൽ അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിൽ എന്ന് പറയുന്ന പാർട്ട്. ഇത് കോപ്പറിൻ്റെ ഒരു കോയിലാണ്. ഇതിലേക്ക് നമ്മൾ AC സപ്ലൈ കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലൊരു പാർട്ട് നമുക്ക് കാണാം, ഒരു വയർ. ഇതിൻ്റെ തെർമോ സെൻസറാണ്, ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്ന ഒരു സെൻസറാണിത്. ഇതാണ് അതിൻ്റെ ഒരു സെൻസർ പാർട്ട്. ഇനി ഇതിൻ്റെ സർക്യൂട്ട് ബോർഡ് നമുക്ക് അയച്ചെടുക്കാം. അതിനായിട്ട് ഇതിൻ്റെ പുറത്തുള്ള സ്ക്രൂ ഒക്കെ അൺസ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഊരിയെടുക്കാം. പിന്നെ ആദ്യം നമുക്കതിൻ്റെ ഈ പ്ലഗ് ഒന്ന് ഊരിയെടുക്കണം. നമ്മുടെ ഫേസ് ന്യൂട്രലും സപ്ലൈയുടെ അത് രണ്ടും ഇവിടെ ഊരിയെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സർക്യൂട്ട് ബോർഡ്. ഇതാണ് ഇൻഡക്ഷൻ കുക്കറിൻ്റെ സർക്യൂട്ട് ബോർഡ്. ഇപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഹീറ്റ് സിങ്ക് കാണാം. പിന്നെ ഇതൊരു ഈ മൂന്നെന്ന് പറയുന്നത് ഫിൽറ്റർ കപ്പാസിറ്ററുകളാണ്. പിന്നെ അതേപോലെ ഇതൊക്കെ കണ്ടോ, ഇവിടെ IC കാണാം. പിന്നെ ട്രാൻസ്ഫോമർ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ സ്വിച്ച് ബോർഡ് കണക്ട് ചെയ്യുന്ന ആ ഒരു പാർട്ട്. പിന്നെ അതേപോലെ ഒരു ഫാൻ കണക്ട് ചെയ്യാനുള്ള ഒരു 2 പിൻ പോർട്ട് ഉണ്ട്. ഇവിടെ ഒരു ഫാൻ കണക്ട് ചെയ്യാനുള്ള 2 പിൻ പോർട്ട് ഉണ്ട്. പിന്നെ ഈ പാർട്ടാണ് നമ്മുടെ ഫ്യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പല ഇൻഡക്ഷൻ കുക്കറിലും ഇത് പോയിട്ടുണ്ടാവും, ചിലപ്പോൾ കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. പിന്നെ ഇത് നമ്മുടെ ഇൻഡക്ഷൻ കോയിൽ, ഇത് ഹീറ്റ് സിങ്കിൻ്റെ ബാക്കിൽ നമുക്കിവിടെ ഇതാണ് ഇവിടുത്തെ IGBT എന്ന് പറയുന്ന പാർട്ട്. അത് നമുക്ക് ഇവിടെ ബാക്ക് സൈഡിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ആണ് IGBT എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ റെക്ടിഫയർ എന്ന് പറയുന്ന പാർട്ട്. 4 ടെർമിനലാണ് റെക്ടിഫയർ ഉണ്ടാവുക. IGBTക്ക് 3 ടെർമിനലും. പിന്നെ അതേപോലെ ഇവിടെയാണ് നമ്മുടെ ഹീറ്റിംഗ് എലമെൻ്റ് ആയിട്ടുള്ള ഇൻഡക്ഷൻ കോയിൽ കണക്ട് ചെയ്യുക. നമുക്ക് കുറച്ച് കംപ്ലയിൻറ്റ്സ് ചെക്ക് ചെയ്യുക, അങ്ങനെ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നമ്മുടെ പ്ലഗ് ചെക്ക് ചെയ്യാം. നമ്മുടെ സപ്ലൈ പ്ലഗിലേക്ക് ഫേസ് ന്യൂട്രലും ഓക്കെയാണ് നോക്കാം. അപ്പോൾ ഇവിടെ ബസർ റിങ് ചെയ്യുന്നുണ്ട്. ഓക്കെയാണ്, ഫേസ് ഓക്കെയാണ്. ഇവിടെയും ബസർ റിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആദ്യം പ്ലഗ് ഇവിടെ ഓക്കെയാണെന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്യൂസ് ചെക്ക് ചെയ്യാം കണ്ടിന്യൂറ്റി ടെസ്റ്റിലിട്ടിട്ട്. ഇപ്പോൾ ഇവിടെ ബസർ റിങ് ചെയ്യുന്നത് കേൾക്കാം. അപ്പോൾ ഫ്യൂസിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ ഈ ബോഡി ഷോർട്ടാണ്. നമ്മുടെ ഫേസ് ന്യൂട്രലിൽ അപ്ലൈ ചെയ്യുന്ന ആ പാർട്ടിൽ ബസർ റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബോർഡ് മൊത്തമായിട്ട് ഷോർട്ടാണ്. അപ്പോൾ ഒന്നെങ്കിൽ ബോർഡ് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ഓരോ കമ്പോണൻറ്റ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഏതാണ് കംപ്ലൈൻറ്റ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ IGBT എന്ന് പറയുന്ന ഒരു പാർട്ട്. ഈ 3 ടെർമിനലുള്ള ഇതാണ് IGBT.
ആ ഹീറ്റ് സിങ്കിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫ്യൂസിന് കംപ്ലൈൻറ്റ് ഇല്ലാത്തതുകൊണ്ട് IGBTക്ക് വലിയ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ബസർ റിങ് ചെയ്യുന്നില്ല, അപ്പോൾ IGBT കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഈ 3 ടെർമിനൽ വെച്ച് നമ്മൾ ഈ പ്രോബ് വെച്ച് നോക്കുന്ന സമയത്ത് ബസർ റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ IGBT ഷോർട്ടാണെന്ന് മനസ്സിലാക്കാം. IGBT ഇവിടെ ഷോർട്ടല്ല. ഇത് പുതിയൊരു IGBT എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത് ഞാൻ പിന്നീട് കാണിക്കാം. ഇപ്പോൾ ഇവിടെ IGBTയുടെ കംപ്ലൈൻ്റ് അല്ല. ഒന്നാമത് നമ്മുടെ ഫ്യൂസിന് കംപ്ലൈൻറ്റ് IGBT കംപ്ലൈൻ്റ് ആണെങ്കിൽ ഈ ഫ്യൂസും കംപ്ലൈൻ്റ് ആവും. ഇവിടെ ഫ്യൂസ് കംപ്ലൈൻ്റ് ആയിട്ടില്ല. നമ്മുടെ റെക്ടിഫയർ പാർട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ റെക്ടിഫയറിൻ്റെ ഈ മിഡിലത്തെ 2 ടെർമിനൽ ഷോർട്ടാണ്, ബസർ റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബ്രിഡ്ജ് റെക്ടിഫയർ മാറ്റുന്നൊരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. പിന്നെ നമ്മുടെ ബോർഡിലുള്ള മറ്റൊരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഫിൽറ്റർ കപ്പാസിറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഷോർട്ട് ഉണ്ടോ അല്ലെങ്കിൽ വാല്യൂ കാണിക്കുന്നുണ്ടോ നോക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വാല്യൂവും കാണിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഫിൽറ്റർ കപ്പാസിറ്ററും ഓക്കെയാണ്. ഇതുപോലെ ബോർഡിലുള്ള മറ്റു കമ്പോണൻസുകളെയും നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം.